ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് കുറച്ച് പാക്കിംഗ് ഉണ്ട്. നമുക്ക് 2 ഓർഡർ ഉണ്ടായിരുന്നു. ഒന്ന് കാലിക്കറ്റായിട്ടും പിന്നെ തൃശ്ശൂരായിട്ടും. ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് ഹാമസ്റ്ററും സിറിയനും ഡാർഫും പിന്നെ ജെർബിൽസൊക്കെയാണ് ഓർഡർ വന്നത്. പിന്നെ തൃശ്ശൂരായിട്ടുണ്ട്, അതൊരു ഡാർഫ് ഹാമസ്റ്റർ ഒരു പെയറാണ്. അപ്പോൾ ജസ്റ്റ് ഇന്നൊരു പാക്കിംഗ് വീഡിയോ ആണ്, എങ്ങനെയാണ് പാക്ക് ചെയ്യണതെന്നുള്ളത്. അപ്പോൾ നോർമലി നമ്മൾ പെറ്റ് ട്രാൻസ്പോർട്ടേഷനിലാണ് കൊടുത്തുവിടുന്നത്. അവർ ബോക്സിന് 300 രൂപയാണ് ചാർജ് ചെയ്യണത് ഒരു ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ഒരു ഹാമസ്റ്റർ എടുത്തായാലും ഒരു ബൾക്ക് എടുത്തായാലും ഒരു ബോക്സിനാണ് അവർ ചാർജ് ചെയ്യണത്. അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പമുള്ള ബോക്സിനാണ് അവർ 300 രൂപ ചാർജ് ചെയ്യണത്. അപ്പോൾ നമുക്ക് 2-3 ഐറ്റം ഉള്ളപ്പം ഒരു ബോക്സ് അല്ല 2 ബോക്സായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഡബിൾ ചാർജ് ചെയ്യും. അപ്പോൾ എപ്പോഴും പാക്ക് ചെയ്യുമ്പം ഒരു സിംഗിൾ ബോക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമുക്ക് സിംഗിളായിട്ടുള്ളൊരു ബോക്സാണ്. അപ്പോൾ അത് ഞാൻ 3 വെറൈറ്റി ഓഫ് ഐറ്റം ഉള്ളതുകൊണ്ടാണ് ഈ 3 ചെയ്തിരിക്കണേ. അപ്പം ഇതൊരാൾക്ക് തന്നെയാണ്. അപ്പോൾ അയാൾക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറച്ച് കൊടുക്കാം. പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ നേരത്ത് ഇവിടെ എയർ പാസിങ് വേണം. അപ്പം ഇതിന് മുമ്പൊക്കെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിന് ഹോൾ ഇട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കാട്ടൺ ബോക്സ് ആണെങ്കിലും ഹോൾ ഇട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഒരു ദൂരം ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യണമുണ്ട്. ആ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഹാമസ്റ്റേഴ്സ് മൈസ് അങ്ങനെയുള്ള സാധനങ്ങൾ ആ ഹോളിൽ തന്നെ അത് വലുതാക്കി ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മെഷ് മേടിച്ചിട്ട് ആ മെഷിൻ്റെ ഇത് ജസ്റ്റ് ഒരു വെൻറ്റിലേഷൻ പോലെ ഓപ്പൺ ചെയ്തിടും. അപ്പോൾ എയർ പാസിങ്ങും ഉണ്ടാവും, അതേസമയം ഇവർ ചാടി പോവില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യാം. അപ്പം നിങ്ങളുടെ പെറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിലും എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളാണെങ്കിലും കുറേ ട്രാൻസ്പോർട്ട് ചെയ്ത് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ പഠിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് തൃശ്ശൂരായിട്ട് ഒരു പെയർ ഡാർഫ് ഹാമസ്റ്റർ മാത്രം കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ബോക്സിൽ വരുമ്പോൾ നമുക്ക് ഒരു 5 പേര് സിറിയൻ ഹാമസ്റ്റർ, 5 പേര് ഡാർഫ് ഹാമസ്റ്റർ, പിന്നെ ഒരു സെറ്റ് ബ്രീഡിംഗ് സെറ്റ് ജെർബിൽസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 3 ബോക്സ് വെച്ചിരിക്കുന്നത്. അപ്പം അടിയിലത്തെ ബോക്സിൻ്റെ 2ൻ്റെ വെൻറ്റിലേഷൻ നമ്മൾ ഈ 2 സൈഡുകളിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനെയും മേളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മേളിൽ ഇരിക്കുമ്പോൾ എയർ പോവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മേളിലത്തേന് മാത്രം മേളിൽ വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇവിടെ നമ്മൾ ഇതിൻ്റെ ആളുടെ മൊബൈൽ നമ്പർ എഴുതും, എവിടെയാണ് പോകേണ്ടതെന്നുള്ള എഴുതും. അതേപോലെ തന്നെ ഇവർ ബോക്സ് കൊടുക്കുമ്പോൾ നമുക്കൊരു ബോക്സ് നമ്പർ വരും. ഇന്ന് കുറേ അധികം പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ നമുക്കുണ്ട്. അപ്പോൾ ഹൈവേസിലൂടെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഇത് ട്രിവാൻഡ്രം ടു വയനാട് പോകുന്ന വണ്ടിയാണ്. അപ്പം ഒരേ വണ്ടിയിൽ തന്നെ നമുക്ക് തൃശ്ശൂർക്കും കാലിക്കറ്റായിട്ടും കൊടുത്തുവിടാൻ പറ്റും. ജസ്റ്റ് പാക്കിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ്. അപ്പോൾ നമ്മൾ തൃശ്ശൂരായിട്ട് കൊടുക്കാനുള്ള ഒരു പേര് ഡാർഫ് ഹാമസ്റ്ററാണ്. അപ്പോൾ അവർക്ക് വൈറ്റ് പെയർ റെഡ് ഐ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ നമുക്ക് പാക്ക് ചെയ്യണതാണ്. അപ്പോൾ ബോക്സ് റെഡിയാണ്, വെൻറ്റിലേഷൻ റെഡിയാണ്, ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇവിടെ ബെഡ് ഇട്ടിട്ട് അതിനകത്തായിട്ടാണ് ഹാമസ്റ്ററിനെ പാക്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വരും. ഈ കൂട്ടിലാണ് കിടക്കണേ. പക്ഷേ ഇവർ ബെഡിൻ്റെ അടിയിലായിട്ട് ഒരു കുഴിഞ്ഞ് കിടപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുക്കാം. കാണാൻ പറ്റുമെന്നറിയില്ല. കണ്ടോ, ഒരു പേര് നമുക്കുണ്ട്. ഒരു ടൈംഡ് ആയിട്ടുള്ളവരാണ്, കയ്യിലൊക്കെ എടുക്കാം നമുക്ക്. അപ്പം ആദ്യം ഈ കൂട്ടിലായിട്ട് നമുക്ക് കുറച്ച് ബെഡിങ് ഇടാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ രാവിലെ ഫീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തൃശ്ശൂർ വരെ എന്ന് പറയുമ്പം ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ എത്തും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇപ്പോൾ അതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ബോട്ടിൽ ഡ്രിങ്കറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ രാവിലെ അവർക്ക് ഫീഡ് കൊടുത്തിട്ടുണ്ട്, കൂട്ടിലായിട്ട് പിടിച്ചിടാം. അപ്പം കൊടുക്കുന്നതിന് മുമ്പ് ഇത് മെയിൽ ഫീമെയിലാണോ എന്ന് കൺഫേം ചെയ്തിട്ടാണ് എപ്പോഴും കൊടുക്കുക. നമ്മൾ ഓൾറെഡി പേര് പിടിച്ചിട്ടുണ്ട്. ഇതൊരു മെയിലാണ്, മെയിൽ റെഡ് ഐ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇവരൊരു ഫീമെയിലാണ്, ഫീമെയിൽ റെഡ് ഐ തന്നെയാണ്. വൈറ്റ് തന്നെ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വേണം. അപ്പോൾ ഇവരിപ്പം ഈ സ്പേസിലുള്ളിലാണ് കിടക്കണത്. ആവശ്യത്തിൽ കൂടുതൽ ഓടി കിടക്കാനുള്ള സ്പേസും ഉണ്ട്. ഒരു കാര്യം എൻഷുർ ചെയ്യേണ്ടത്, നോർമലി നമ്മൾ പെല്ലറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കും. പക്ഷേ വാട്ടർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എപ്പോഴും നല്ലത് നമ്മൾ ഫ്രൂട്ട്സ് കൊടുക്കണതാണ് എപ്പോഴും നല്ലത്. നമ്മളിപ്പോൾ പൊട്ടറ്റോ കട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ 1-2 പീസുകൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് എന്തെങ്കിലും ഫുഡോ അല്ല വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ലേറ്റ് ആയാലും അവർക്ക് കഴിക്കാനുള്ളത് നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ആയിരിക്കും പ്ലേസ് ചെയ്യുക. അതിൻ്റെ മേളിൽ കൂടി വെൻറ്റിലേഷൻ ഉണ്ടാവും, അതിന് ഓടി കിടക്കാനുള്ള സ്പേസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഡോറിൻ്റെ ഭാഗം അടച്ചു. ഇതാണ് വെൻറ്റിലേഷൻ. അപ്പോൾ എയറിനുള്ള പാസേജ് ഉണ്ട്, ഫുഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പാക്കിംഗ് ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത പാക്ക് ചെയ്യാം. ഇത് കാലിക്കറ്റായിട്ടുള്ള ബോക്സാണ്. ഈ പറഞ്ഞ പോലെ 3 ഐറ്റം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാക്ക് ചെയ്യണത്. ഇപ്പോൾ ഏറ്റവും താഴെ ഒരു 5 പേര് സിറിയൻ ഹാമസ്റ്ററാണ്. അപ്പോൾ നമുക്ക് സിറിയൻ ഹാമസ്റ്ററിൻ്റെ ബെഡ് ക്രിയേറ്റ് ചെയ്യാം ആദ്യം.
നമ്മൾ അതിനുള്ള ബെഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചധികം ഫുഡ് 5 പേരുള്ളതുകൊണ്ട് കുറച്ചധികം ഫുഡ് നമ്മളിതിനകത്ത് കീപ്പ് ചെയ്യണം. ഇനി നമുക്ക് ഹാമസ്റ്റേഴ്സിനെ പിടിക്കാം. അപ്പോൾ നമ്മൾ 10 പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ പാക്കിങ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ 5 പേര് ഡാർഫ് ഹാമസ്റ്ററാണുള്ളത്. ഡാർഫ് ഹാമസ്റ്ററിന് അടുത്ത കളിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ബെഡിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്കും അതേപോലെ തന്നെ ഫുഡ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഹാമസ്റ്റേഴ്സിനെ പിടിക്കാം. നമുക്ക് 5 പേര് ഡാർഫ് ഹാമസ്റ്റർ എടുത്തിട്ടുണ്ട്. അതായത് 10 പീസ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവരെ അടയ്ക്കാം. അവർക്കുള്ള ഫുഡ് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള സ്പേസും ഉണ്ട്. ഇനിയുള്ളത് ഒരു സെറ്റ് ജെർബിൽസാണ്. ആ ജെർബിൽസ് നമ്മൾ ഇവിടെ ടോപ്പിലാണ് ചെയ്യണത്. ഇപ്പം വേറെ എന്തെങ്കിലും സൈഡിലാണെങ്കിലും എയർ പാസിങ് ഉണ്ടോ, അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മെയിലും 2 ഫീമെയിൽ ജെർബിലാണ്. അതിൽ മെയിൽ ബ്ലാക്കാണ്, ബാക്കി 2 ഫീമെയിലാണ്. ഇവരെ നമ്മൾ ഇവിടെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ നല്ല ആക്റ്റീവാണ്. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ചാടികളെ. അപ്പോൾ നമ്മുടെ പാക്കിങ് എല്ലാ വാതിലുകളും നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടി കാണാം, ഇതിൽ സിറിയനും ഡാർഫും പിന്നെ മേളിൽ ജെർബിലും എന്നുള്ളത്. ഒരു കസ്റ്റമറിന് വേണ്ടിയുള്ളതാണ്, കാലിക്കറ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരായിട്ടുള്ള കസ്റ്റമറിന് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഹൈവേയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടി വരും, അതിൽ കയറ്റി വിടുക എന്നുള്ളതാണ്.